ഇറങ്ങിയ OTT മലയാള പടങ്ങളിൽ അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നിയ ഒരു പടമാണ് മീശ എന്നുള്ള സിനിമ. നമ്മുടെ കദിർ തമിഴിലെ പരിയേരും വരുമ്പോഴൊക്കെ ചെയ്തല്ലോ. പുള്ളി, ഹക്കിം ഷാ, സുധി കോപ്പ, ജിയോ ബിബി തുടങ്ങിയവരാണ് ലീഡ് റോൾ ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ തുടക്കത്തിൽ ഹക്കിം ഷാ ഒരു കോള് വരും പുള്ളിക്ക്, പഴയ കൂട്ടുകാരനാണ്. അപ്പോൾ നമുക്കൊന്ന് കൂടണ്ടെന്ന് പറയും. പുള്ളിയുടെ മുഖത്ത് ഭയങ്കര ടെൻഷനൊക്കെ കാണിക്കും. പിന്നീട് അപ്പോൾ അതിന് മുമ്പ് എന്തോ ഫ്ലാഷ് ബാക്ക് ഉണ്ട്. 1.5 വർഷം മുമ്പാണ്. അവരും പറയുന്നുണ്ട് 1.5 വർഷം ഇപ്പോൾ ജോലിയൊക്കെ ആയി ഫോറസ്റ്റിലാണ്. അപ്പോൾ പുള്ളി ക്ഷണിക്കുകയാണ്. അപ്പോൾ പഴയ എന്തോ ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്പോൾ എന്താണ് പടത്തിൻ്റെ ബാക്കി കഥ. ഫോറസ്റ്റിൽ പോയിട്ട് ഇവരൊന്ന് കൂടാൻ നിൽക്കുകയാണ്. ഹണ്ടിങ് അങ്ങനെ പരിപാടികൾക്കായിട്ടുള്ള ഒരു സിനിമയാണ് മീശ. സിനിമ എനിക്ക് തോന്നിയത് ഒരു ഭയങ്കരമായിട്ട് പൊളിറ്റിക്സ് സംസാരിക്കുന്ന സിനിമയാണ്. ഭയങ്കരമായിട്ട് സൗഹൃദത്തിനെ കുറിച്ച് പറയുന്ന സിനിമയാണ്. അതിൽ ചതികളെ കുറിച്ച് സംസാരിക്കുന്ന സിനിമയാണ്. നമ്മൾ ധാരാളം തമിഴ് സിനിമയിൽ കണ്ട ഒരു സംഭവമൊക്കെയാണ്. ശേരിയിലൊരു വലിയ ഇൻഡസ്ട്രി വരുന്നു. അങ്ങനെ അവർ കുറച്ച് ആ കോളനിക്കാരെ എതിർക്കുന്നു. അങ്ങനെ വരുന്ന അതിൻ്റെ ഇടയിൽ വരുന്ന ചതി, കുതികാൽ വെട്ട്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് മീശ സംസാരിക്കുന്നത്. പക്ഷെ അതൊരു കുറച്ചുകൂടി വൈൽഡ് ആയിട്ടുള്ള ഒരു ആംഗിളിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഐ മീൻ അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അതിൻ്റെ നടത്തുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, അത് നന്നായിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ തുടക്കത്തിൽ മുതൽ നമുക്കൊരു ആൻസൈറ്റി ഉണ്ടായിരുന്നു സിനിമ കാണുന്നത്, എന്തായിരിക്കും ഇതിൻ്റെ കഥ എന്നുള്ളത്. പക്ഷെ കഥ ഇതാണെന്ന് അറിഞ്ഞപ്പോൾ ഒരു ഡൗൺ ആയെങ്കിലും അത്യാവശ്യം കൊള്ളാവുന്ന മേക്കിങ്ങും നല്ല സ്കോറ് കാര്യങ്ങൾ, പിന്നെ ഇതിൻ്റെ പെർഫോമൻസ് വൈസൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ പടം അത്യാവശ്യം വാച്ചബിൾ ആയിട്ടുള്ള ഒരു പടമാണ് മീശ എന്നുള്ള സിനിമ. തീർച്ചയായും കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ടുപിടിച്ച് അറിയിക്കുക.